നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ വിജയകരം. നഗരത്തിന് പുതുവത്സര സമ്മാനമായി 1.5 കോടിയുടെ മറ്റൊരു ഡബിൾ ഡക്കർ ബസ് കൂടിയെത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വഴിയരികിലെ കേബിളുകളും ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ച് യാത്ര സുഗമമാക്കാൻ ശ്രമിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. കുറ്റസമ്മതവുമായി ഡോക്ടർ. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയക്കിടെ മരിച്ചത് ചിറമനേങ്ങോട് സ്വദേശി 41 വയസ്സുള്ള ഇല്യാസ്. പന്തിരുകുലപ്രധാനി നാറാണത്തു ഭ്രാന്തന്റെ സ്മരണയിൽ നാളെ രായിരനെല്ലൂർ മലകയറ്റം. രാവിലെ മുതൽ നൂറുകണക്കിന് വിശ്വാസികൾ മല കയറും. മലമുകളിലെ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന തുടരുന്നു. വാർത്തകൾ വിശദമായി. തൃശൂരിന് പുതുവത്സര സമ്മാനമായി പുത്തൻ ഡബിൾ ഡക്കർ ബസ് കൂടിയെത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡിന്റെ വശങ്ങളിലെ തടസ്സങ്ങൾ നീക്കി യാത്ര സുഖകരമാക്കാൻ ശ്രമിക്കുമെന്ന ചടങ്ങിൽ പങ്കെടുത്ത ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ട്രയൽ റണ്ണിൽ മന്ത്രി കെ രാജനൊപ്പം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും മാധ്യമപ്രവർത്തകരും വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തൃശൂർ രാമനിലയത്തിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് നടത്തിയ ബസ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് റവന്യൂ മന്ത്രി കെ രാജൻ, ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. രാമനിലയത്തിൽ രാവിലെ 9:45 നടന്ന ഫ്ളാഗ് ഓഫിന് ശേഷം ആരംഭിച്ച യാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി മണ്ണുത്തി കുട്ടനെല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തി. ശേഷം പാർക്കിനുള്ളിൽ ചുറ്റിക്കറങ്ങി ഉച്ചയ്ക്ക് 12:00 മടങ്ങിയത്. പുതിയ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ് ജനുവരിയോടെ തൃശ്ശൂരിലെത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. 1.5 കോടി രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സിനായി അനുവദിച്ചിട്ടുള്ളത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് KSRTC ബസ്സുകൾ വരും. തൃശ്ശൂരിൻ്റെ നഗരക്കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് ഡബിൾ ഡക്കർ ബസ്സിലൂടെയെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 1.5 കോടി രൂപ ചിലവ് വരും. അത് KSRTC ഏത് വിധത്തിലാണെങ്കിൽ സംഘടിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് KSRTCയുടെ MD ഇപ്പോൾ അറിയിച്ചു. അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണ് ഇത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി. തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് 2026 ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി, ജനുവരി മാസത്തിൽ, ദിവതിയൊന്നും ഇപ്പോൾ പറയണ്ട, ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പുതുവത്സരത്തിൽ പുത്തൂരിലേക്ക് മാത്രമല്ല തൃശ്ശൂരിൻ്റെ നഗരകാഴ്ചകൾ കാണാനുള്ള ഒരവസരം നമുക്കുണ്ടായതിൽ റോഡിൻ്റെ വശങ്ങളിലുള്ള കേബിൾ, ഇലക്ട്രിക് കമ്പികൾ ഏത് രീതിയിൽ മാറ്റിയാലാണ് യാത്ര സുഖകരമാകുക എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. പുത്തൂർ പാർക്കിലേക്കുള്ള യാത്രയ്ക്കൊപ്പം മറ്റ് ടൂറിസം സ്പോട്ടുകളുണ്ടെങ്കിൽ അവ കൂടി യാത്രയിൽ ഉൾപ്പെടുത്താനാകുമോ എന്നതും പരിശോധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. യാത്ര കൊള്ളാം. ഈ കേബിളുകളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിൻ്റെ കാരണം കേബിൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കേബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വണ്ടി വളരെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ, ഒരു 10-15-20 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്താൻ പറ്റും. കാരണം അത് ഈ കേബിൾ നമ്മൾ നോക്കി ഡ്രൈവർ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ ഒരു ശ്രമപ്പെട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടി എത്തും. പിന്നെ ഇനി മിനിസ്റ്ററായിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം ഈ വേറെ ടൂറിസം എന്തെങ്കിലും ഇത് വരുന്ന വഴിക്ക് വേറെ സ്പോട്ടുകളോ എല്ലാം കാണാനുണ്ടോ. ഇപ്പോൾ നമ്മൾ വടക്കുന്ന ക്ഷേത്രം അങ്ങനെ ചുറ്റി വരികയാണ്. അപ്പോൾ റൗണ്ട് ചുറ്റി വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൂടി വേറെ സമീപത്ത് കാണാനുണ്ടോ, സമീപത്തുണ്ടോ എന്നുള്ളതിനെ അദ്ദേഹം ആലോചിച്ചിട്ട്. മന്ത്രിമാർക്കൊപ്പം P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവരും വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും
യാത്രയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടെ ആശുപത്രിയിലെത്തിയ ചിറമനേങ്ങാട് സ്വദേശി 41 വയസ്സുള്ള ഇലിയാസാണ് ശസ്ത്രക്രിയക്കിടെ മരിച്ചത്. ഹെർണിയ രോഗത്തിനായിരുന്നു ശസ്ത്രക്രിയ. ഗുരുതരമായ ചികിത്സാ പിഴവാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സ്വാഭാവികമായി ഒരു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. എന്നിട്ടും ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി. 3:30 ഈ ചെറുപ്പക്കാരനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് അനസ്തേഷ്യ കൊടുത്തു എന്ന് പറയുന്നത്. അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം വൈകിട്ട് 8:30 വരെ ആ റൂമിലിട്ട് പരമാവധി അവരുടെ എല്ലാവിധ സാഹസികങ്ങളും കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും ഒരു സംവിധാനം, ആധുനിക ടെക്നോളജികൾ മുഴുവനുള്ള ഹോസ്പിറ്റലുകൾ തൊട്ടപ്പുറത്തുണ്ടായിട്ടും 8:30 ആള് മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഡോക്ടർ പറയുന്നത്. വളരെ ലാഘവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നതെന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന്. ഇതിനിടെ സർജറിക്കിടയിൽ അബദ്ധം സംഭവിച്ചെന്ന് ഡോക്ടർ കുറ്റസമ്മതം നടത്തി. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആശുപത്രിയിലെ ശസ്ത്രക്രിയാമുറി അതീവ ശോചനീയമായ അവസ്ഥയിലാണെന്ന് കണ്ടെത്തി. വൃത്തിഹീനമായ ശസ്ത്രക്രിയാമുറിയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഓപ്പറേഷൻ തിയേറ്ററിലെ മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവയായിരുന്നു. 3:30 ശസ്ത്രക്രിയ ആരംഭിച്ച് 8:30 രോഗി മരിച്ചെന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. ആദ്യം തനിക്ക് അബദ്ധം സംഭവിച്ചെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബന്ധുക്കളോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇത് എഴുതി കിട്ടാതെ പിരിഞ്ഞുപോകില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും അറിയിച്ചു. കുന്നംകുളം പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർ ശസ്ത്രക്രിയക്കിടെ തെറ്റ് സംഭവിച്ചെന്ന് രേഖാമൂലം എഴുതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണകൾ ഉണർത്തി രായിരനെല്ലൂർ മലകയറ്റം നാളെ നടക്കും. മലകയറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 3 ദിവസത്തെ ലക്ഷാർച്ചന നടന്നുവരികയാണ്. എല്ലാ വർഷവും തുലാം 1-നാണ് ചരിത്രപ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം. നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണകൾ ഉണർത്തി രായിരനെല്ലൂർ മലകയറ്റം തുലാം 1 ഒക്ടോബർ 18 നടക്കും. മലകയറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 3 ദിവസത്തെ ലക്ഷാർച്ചനയും നടന്നുവരികയാണ്. എല്ലാ വർഷവും തുലാം 1-നാണ് ചരിത്രപ്രസിദ്ധമായ രായനെല്ലൂർ മലകയറ്റം. ഭക്തർ കൈപ്പുറം 1-ാംതിപ്പടിയിൽ നിന്ന് ചെങ്കുത്തായ വഴിയിലൂടെ മല കയറി ക്ഷേത്ര ദർശനം നടത്തി പടിഞ്ഞാറ് പടവുള്ള വഴിയിലൂടെ ഇറങ്ങിയാൽ സമസ്ത ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. പാലക്കാടിനും സമീപ ജില്ലകൾക്കു പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും മല കയറാനെത്തിച്ചേരും. താഴെയുള്ള മനയിൽ സംസ്കൃത പഠനത്തിനെത്തിയ ഭ്രാന്തൻ മലയിലേക്ക് സാഹസികമായി വലിയ പാറക്കല്ല് ഉരുട്ടിക്കയറ്റി താഴേക്കിട്ട് ആർത്തട്ടസിക്കുന്നത് പതിവായിരുന്നു അത്രേ. ദിവസവും ഇത് ആവർത്തിക്കുന്നത് കണ്ട് ദുർഗാദേവി അവിടെ എത്തി ഭ്രാന്തന് ദർശനം നൽകി. അവിടെ പതിഞ്ഞ ദേവിയുടെ കാൽപാദങ്ങളെ വന്ദിച്ച് ഭ്രാന്തൻ പ്രതീക്ഷ നടത്തിയെന്നാണ് ഐതിഹ്യം. നിലവിൽ ക്ഷേത്രത്തിൽ ദിവസവും രാവിലെ 6 മുതൽ 8 വരെയാണ് നിത്യകർമ്മങ്ങൾ നടന്നുവരുന്നത്. താഴെയുള്ള നാറാണത്ത് മനയുടെ ഉടമസ്ഥയിലാണ് മലയും അനുബന്ധ ക്ഷേത്രവും പരിപാലിക്കുന്നത്. മലമുകളിൽ വിയറ്റ്നാംപടി സ്വദേശി സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച ഭ്രാന്തൻ്റെ പ്രതിമയുണ്ട്. കൈപ്പുറം നാറാണത്ത് ഭ്രാന്താചലം ക്ഷേത്രത്തിലും നാറാണത്ത് ഭ്രാന്തൻ അധിവസിച്ചെന്ന വിശ്വാസവുമുണ്ട്. മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ തുലാം 1 രാവിലെ 5 നട തുറക്കും. പ്രത്യേക പൂജകളും വഴിപാടും ഉണ്ടായിരിക്കും. പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ കൊപ്പം വഴിയും കുറ്റിപ്പുറം കോട്ടക്കൽ റൂട്ടിൽ വളാഞ്ചേരി വഴിയും രായരനെല്ലൂർ മലയിലെത്താം. മലകയറ്റത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ തൃശൂരിലെ BJP വേദിയിൽ. BJPയുടെ വികസന സന്ദേശയാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് ഔസേപ്പച്ചൻ എത്തിയത്. നേരത്തെ RSS സംഘടിപ്പിച്ച പരിപാടിയിലും ഔസേപ്പച്ചൻ പങ്കെടുത്തിരുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പങ്കെടുത്തത്. വില്ലടത്തു നിന്നും തൃശൂർ കോർപ്പറേഷനിലേക്കാണ് യാത്ര. AN രാധാകൃഷ്ണൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJP വികസന യാത്ര നടത്തിയത്. സംസ്കാരം കൊണ്ട് ഭാരതം ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം.
ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ കുടുംബത്തിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കണം. BJPയുടെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും ഔസേപ്പച്ചൻ പറഞ്ഞു. ജാതി മതഭേദമന്യേ ഈവൺ ആശയങ്ങൾക്ക് വരെ വ്യത്യാസങ്ങളുണ്ടാവാം തനതായി, പക്ഷെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കൈയായിട്ട് പ്രവർത്തിക്കണം. ഇന്ന് മറ്റ് രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് കുറച്ച് കാലമായിട്ട് നടക്കുന്നു. ഇനിയും അത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. എല്ലാവരുടെയും സഹകരണം. ഇവിടെ ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കാം. ഒരു അമ്മ പെറ്റ മക്കൾക്ക് പലർക്കും പല ആശയങ്ങൾ, പല ഇഷ്ടങ്ങളുണ്ടാവാം. പക്ഷേ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിക്കും. അതുതന്നെയാണ് നമ്മൾ രാജ്യത്തിലെ ഓരോ ഭാരതീയനും ചെയ്യേണ്ടത് കടമ. ഔസേപ്പച്ചൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ B. ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും ഔസേപ്പച്ചനുമാണ് B. ഗോപാലകൃഷ്ണന് പതാക കൈമാറിയത്. നേരത്തെ RSS സംഘടിപ്പിച്ചിരുന്ന പരിപാടിയിലും ഔസേപ്പച്ചൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഴീക്കോട് മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റ തൊഴിലാളിക്ക് സഹായമെത്തിക്കാൻ പുറപ്പെട്ട പോലീസ് ബോട്ട് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. മറ്റൊരു മത്സ്യബന്ധന വള്ളമാണ് പോലീസ് ബോട്ട് തീരത്തെത്തിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. വാകച്ചാർത്ത എന്ന വള്ളത്തിലെ തൊഴിലാളി പോണത്ത് ബാഹുലയനാണ് മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റത്. ഇയാളെയും കൊണ്ട് മടങ്ങുകയായിരുന്ന തീരദേശ പോലീസ് ബോട്ട് യന്ത്രത്തകരാറിനെ തുടർന്ന് കടലിൽ അകപ്പെടുകയായിരുന്നു. പരിക്കേറ്റയാളും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേർ ബോട്ടിലുണ്ടായിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ക്യാപ്റ്റൻ എന്ന വള്ളം പോലീസ് ബോട്ടിനെ കെട്ടിവലിച്ച് കരയിലെത്തിച്ചു. സംഭവമറിഞ്ഞ് പോലീസിൻ്റെ മറ്റൊരു ബോട്ടും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ ക്യാഷ് ബാക്ക് ഓഫ് റോഡ് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി. മുഹമ്മദ് മോസിൻ MLA ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വസ്ത്ര വ്യാപാര രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇമ്മാനുവൽ സിൽക്സ് വളർന്നു വന്നു. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശം ഇപ്പോൾ ആളുകൾ ഡ്രസ്സ്, വസ്ത്രം വാങ്ങുന്നതിനൊരു പ്രധാനപ്പെട്ട പർച്ചേസ് സെന്ററായി പട്ടാമ്പി മാറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ മികച്ച രീതിയിലുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഓഫേഴ്സ് ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് എന്നറിഞ്ഞതിലും വളരെ സന്തോഷം. ഇമ്മാനുവൽ സിൽക്സിന്റെ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി ഇതിൽ നറുക്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ തുക തിരിച്ചു കൊടുക്കുന്ന, ക്യാഷ് ബാക്ക് കൊടുക്കുന്ന ഒരു നല്ല ഓഫറാണ് ഇവിടെ വന്നത് എന്നറിഞ്ഞതിലും വളരെ സന്തോഷം. ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു. വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരി മഠം, ഷോറൂം മാനേജർ T. മൊബേഷ്, മുഹമ്മദ് ബഷീർ, ജീവനക്കാർ സന്നിധരായിരുന്നു. ഇമാനുവൽ സിൽക്സിൽ ക്യാഷ് ബാക്ക് ഓഫ് റോഡ് കൂടിയായിരുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായത്. കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ഫാഷൻ തരംഗം സൃഷ്ടിച്ച ഇമാനുവൽ സിൽക്സിൽ ഇത്തവണയും പുതുമകളുമായാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കം. ഇമാനുവൽ സിൽക്സിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോടുകൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിൻ്റെ പ്രത്യേകത. വിവാഹം എന്ന് പറയുന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ധന്യമായ നിമിഷങ്ങളൊന്നാണ്. ഈ സുവർണ നിമിഷങ്ങൾക്ക് മിഴിവേകുന്ന വസ്ത്രങ്ങളാണ് വധുവരന്മാർക്കായി ഇമാനുവലിൽ ഒരുക്കിയിരിക്കുന്നത്. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഏറ്റവും കൂടുതൽ ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഒരുക്കിയാണ് ഇമാനുവൽ സിൽക്സ് വെഡ്ഡിംഗ് ഫെസ്റ്റിനെ വരവേൽക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഏറ്റവും മികവാർന്ന വർണ്ണങ്ങളിൽ തന്നെ അണിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വർണ്ണവസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കുവാനും ഇമാനുവൽ സിൽക്സ് ഒരുങ്ങുകയാണ്. വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പട്ടിൻ്റെയും ഫാഷൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പുതുതരംഗം സൃഷ്ടിക്കുകയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിലൂടെ. ടസ്റ്റർ സിൽക്സ്, കാഞ്ചീപുരം, ആറണി, ധർമാവരം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം, ലാച്ച, ഗൗൺ, ലഹങ്ക എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി വെറൈറ്റി കളക്ഷൻസ്, ലോകോത്തര ബ്രാൻഡുകൾ സംഗമിക്കുന്ന ജെൻസ് വെയർ വിഭാഗം, കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം, ഇവയ്ക്ക് പുറമെ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനായി ക്യാഷ് ബാക്ക് ഓഫർ, കൈനിറിയ സമ്മാനങ്ങൾ, ഇവയെല്ലാമാണ് ഈ വെഡ്ഡിംഗ് ഫെസ്റ്റിൻ്റെ ഹൈലൈറ്റ്. കമേഴ്സ്യൽ ഡെസ്ക്, STV ന്യൂസ്. ഷൊർണൂർ BRCക്ക് കീഴിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. അനുമോദനവും പുരസ്കാര സമർപ്പണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു.
ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭിന്നശേഷി വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, അവരുടെ വീടിൽ, അതുപോലെ തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വിദ്യാലയങ്ങളിലേക്ക് വരുമ്പോൾ, മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അനിവാര്യമായി ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉപകരണങ്ങൾ നൽകി അവരെ മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SSKയുടെ ഭാഗമായി ഷൊർണൂർ BRCക്ക് കീഴിൽ വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള ചലന സഹായ ഉപകരണങ്ങൾ ചടങ്ങിൽ MLA വിതരണം ചെയ്തു. കൂടാതെ അനുമോദനവും പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. DPO KN കൃഷ്ണകുമാർ പദ്ധതി വിശദീകരിച്ചു. BPC M ബിന്ദു സ്വാഗതം പറഞ്ഞു. ഹൈസ്കൂൾ സൂപ്രണ്ട് VB കദീഷ്, പ്രിൻസിപ്പാൾ LR ഗീത, പ്രസീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സുവർണ ജൂബിലി 2025 ഭാഗമായി കേരള കലാമണ്ഡലത്തിൽ സംഗീത സെമിനാർ നടന്നു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ഒരു നേതൃത്വ നിരയാണിപ്പോഴുള്ളത്. ഇങ്ങനെ ഒരു കാരണം വിശേഷിച്ച് നമുക്കൊക്കെ കലാമണ്ഡലത്തിന് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ ചെയർമാൻ. ശ്രീ വിജയ മാഷ് നീള ക്യാമ്പസിൻ്റെ ഡയറക്ടറായിരുന്ന ഒരാളാണ്, ഒരു അക്കാഡമിക്കാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ് ഒരു വ്യത്യസ്തമായൊരു എന്താ പറയുന്ന ഒരു അല്ലെങ്കിൽ എനർജി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന സൗണ്ടിനെ കുറിച്ചുള്ള ഈ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സെമിനാർ, അത് നമ്മൾ ഒരു പുതിയ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ സംഗീതത്തെ എങ്ങനെ നമ്മൾ കലാമണ്ഡലം കാണുന്നു അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ സംഗീത വിഭാഗം കാണുന്നു എന്നുള്ളതിൻ്റെ ഉള്ളൊരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ചേതന സൗണ്ട് സ്റ്റുഡിയോയിലെ ഓഡിയോ എഞ്ചിനീയർ സജി R പ്രബന്ധ അവതരണം നടത്തി. സെമിനാറിൽ തത്സമയ ശബ്ദലേഖന സങ്കേതങ്ങൾ സംഗീത സംവിധായകൻ മനു രമേശൻ പരിചയപ്പെടുത്തി. കേരള കലാമണ്ഡലം സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ സെമിനാറിൽ മോഡറേറ്ററായി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ സ്വാഗതവും കർണാടക സംഗീത മേധാവി വിജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ക്ലിക്ക് എന്നൊക്കെ പറയുന്ന മെട്രോണമാണ് ഈ ട്രാക്ക്. ഇതാണ് പാഡ്സ്, നിങ്ങൾ വെക്കുന്ന ബാക്കിങ്. ഇത് നമുക്ക് വേണമെങ്കിൽ തമ്പുരുവാക്കി ഇടാം. ഇപ്പോൾ ജസ്റ്റ് ഒരു പാടാൻ വേണ്ടി ഒരു ട്രാക്ക് ഇടുന്നു ഇവർ ഹെഡ്ഫോണിൽ. ഇതൊക്കെ വോക്കലിന് വേണ്ടി ഉണ്ടാക്കിയ ട്രാക്കുകളാണ്. പ്രോ ടൂൾസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത് ബ്ലാങ്ക് ആയതുകൊണ്ട് മണികണ്ഠൻ സാറിന് അത് കാണിച്ചു കൊടുക്കും. എവിടെയാണ് കണ്ടക്ടറുടെ ജോലി അതാണ്. അപ്പോൾ അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് ഒരു പാടും. തെറ്റുണ്ടെങ്കിൽ വീണ്ടും എടുക്കും. പരിമിതികളുണ്ടാവും ഈ സ്പേസ് ആയതുകൊണ്ട്, എന്നാലും നമുക്കൊന്ന് കാണാം. ഓക്കെ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് തല പോഷകാഹാര വാരാചരണം സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തനം എന്നത് അംഗൻവാടി പ്രവർത്തകരുടെ, വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അംഗൻവാടികളിലൂടെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എപ്പോഴും ഒന്നും കൂടി പറഞ്ഞു നിർത്താം. ഭർത്താവ് ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അവിടുത്തെ അംഗൻവാടി ടീച്ചറെ അറിഞ്ഞിരിക്കും എന്നതാണ് സത്യം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CV സുനിത, ICDS സൂപ്പർവൈസർ ഷീബ എന്നിവർ സംസാരിച്ചു. പോഷകാഹാര പ്രദർശനമേളയും നല്ല കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കലും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ വിജയകരം. നഗരത്തിന് പുതുവത്സര സമ്മാനമായി 1.5 കോടിയുടെ മറ്റൊരു ഡബിൾ ഡക്കർ ബസ് കൂടിയെത്തുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വഴിയരികിലെ കേബിളുകളും ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ച് യാത്ര സുഗമമാക്കാൻ ശ്രമിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. കുറ്റസമ്മതവുമായി ഡോക്ടർ. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയക്കിടെ മരിച്ചത് ചിറമനേങ്ങോട് സ്വദേശി 41 വയസ്സുള്ള ഇല്യാസ്.
പന്തിരുകുലപ്രധാനി നാറാണത്തു ഭ്രാന്തന്റെ സ്മരണയിൽ നാളെ രായിരനെല്ലൂർ മലകയറ്റം. രാവിലെ മുതൽ നൂറുകണക്കിന് വിശ്വാസികൾ മല കയറും. മലമുകളിലെ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന തുടരുന്നു. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.